ഒന്ന് ദിനവൃത്താന്തം 6-ാം അധ്യായം. ലേവിയുടെ സന്തതികൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അമ്രാമിന്റെ പുത്രന്മാർ അഹറോൻ, മോശ, മിദിയാം. അഹറോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. എലയാസറിന്റെ സന്തതികൾ തലമുറക്രമത്തിൽ ഫിനെഹാസ്, അബിഷുവ, ബുക്കി, ഉസി, സെരഹിയ, മെരായോത്ത്, അമരിയ, അഹിത്തൂബ്, സാദോക്ക്, അഹിമാസ്, അസറിയ, യോഹനാൻ. ജെറുസലേമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ അസറിയ, അമരിയ, അഹിത്തൂബ്, സാദോക്ക്, ഷെല്ലും, ഹിൽക്കിയ, അസറിയ, സെരായ, യഹോസദാക്ക്. നബുക്കദ്നേസറിന്റെ കരത്താൽ കർത്താവ് യൂദായെയും ജെറുസലേമിനെയും നാടുകടത്തിയപ്പോൾ യഹോസദാക്കും പ്രവാസിയായി. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. ഗർഷോമിന്റെ പുത്രന്മാർ ലിബ്നി, ഷിമയി. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ. ഗർഷോമിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ലിബ്നി, യഹത്ത്, സിമ്മ, യോവാഹ്, ഇദ്ദോ, സെറാഹ്, യത്രായി. കൊഹാത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ അമിനാദാബ്, കോറഹ്, അസീർ, എൽക്കാന, എബിയാസാഫ്, അസീർ, തഹത്ത്, ഊരിയേൽ, ഉസിയ, ഷാവുൾ. എൽക്കാനയ്ക്ക് അമാസായി, അഹിമോത്ത് എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. അഹിമോത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എൽക്കാന, സോഫായ്, നഹത്ത്, എലിയാബ്, യറോഹാം, എൽക്കാന. സാമുവലിന്റെ പുത്രന്മാർ ആദ്യജാതൻ ജോയേൽ, രണ്ടാമൻ അബിയ. മെറാറിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മഹ്ലി, ലിബ്നി, ഷിമയി, ഉസ, ഷിമയ, ഹഗിയ, അസായ. പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇവരെയാണ് ദാവീദ് ഗാനശുശ്രൂഷയ്ക്ക് നിയമിച്ചത്. സോളമൻ ജെറുസലേമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിലെ ശ്രീകോവിലിനു മുൻപിൽ അവർ മുറപ്രകാരം ഗാനശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര. കൊഹാത്യ കുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ. ഹേമാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോയേൽ, സാമുവേൽ, എൽക്കാന, യറോഹാം, എലിയേൽ, തോവാഹ്, സൂഫ്, എൽക്കാന, മഹത്ത്, അമാസായ്. എൽക്കാന, ജോയേൽ, അസറിയ, സെഫാനിയ, തഹദ്, അസീർ, എബിയാസാഫ്, കോറഹ്, ഇസ്ഹാർ, കൊഹാത്ത്. ലേവി, ഇസ്രായേൽ. ഹേമാന്റെ വലത്തുഭാഗത്തു നിന്ന അവന്റെ സഹോദരൻ ആസാഫ്. ആസാഫിന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ബറേഗിയ, ഷിമയ, മിഖായേൽ, ബാസേയ, മൽക്കിയ, എത്നി, സേറഹ്, അദായ, ഏദാൻ, സിമ്മ, ഷിമയി, യാദാൻ, ഗർഷോം. ലേവി. സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടത്തുഭാഗത്തു നിന്നു. അവരിൽ പ്രമുഖൻ ഏദാൻ. ഏദാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ കിഷി, അബ്ദി, മല്ലുഗ്, ഹഷാബിയ, അമസിയ, ഹിൽക്കിയ, അമസി, ഭാനി, ഷേമർ, മഹ്ലി, മൂഷി. മെറാറി. ലേവി. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു. ദൈവദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് അഹറോനും സന്തതികളും ദഹനബലിപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിനു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു. അഹറോന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലയാസർ, ഫിനെഹാസ്, അബീഷുവ, ബുക്കി, ഉസി, സെറാഹിയ, മെറായോത്ത്, അമയ്യ, അഹിത്തൂബ്, സാദോക്ക്, അഹിമാസ്. അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും. അഹറോന്റെ സന്തതികളിൽ കൊഹാത്തി കുലത്തിന് ആദ്യം കുറിവീണു. അവർക്ക് യൂദാദേശത്തെ ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു.
എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലബിനാണ് കൊടുത്തത്. അഹറോൻ്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, എഷ്തമോവ, ഹീലേൻ, ദബീർ, ആഷാൻ, ബേത്ത്ഷമെഷ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളും. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന ഗേബ, അലേമത്ത്, അനാത്തോത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. ആകെ 13 പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്കു കിട്ടി. ശേഷിച്ച കൊഹാത്യ കുടുംബങ്ങൾക്ക് കുറിയനുസരിച്ച് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് 10 നഗരങ്ങൾ നൽകി. ഗർഷോം കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി, ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 13 പട്ടണങ്ങൾ കൊടുത്തു. മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ, ഗാദ്, സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും നൽകി. യൂദ, ശിമയോൻ, ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറിവീണതനുസരിച്ച് കൊടുത്തു. ചില കൊഹാത്യ കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി. എഫ്രായിം മലനാട്ടിലെ അഭയനഗരമായ ഷെക്കെം, ഗേസർ, യോക്മെയാം, ബേത്ത്ഹോറോൺ, അയ്യാലോൺ, ഗത്രിമോൺ എന്നിവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനർ, ബിലയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്കു നൽകി. ഗർഷോം കുടുംബങ്ങൾക്കു നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ, അഷ്താറോത്ത്. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദഷ്, ദബേറത്ത്, റാമോത്ത്, ആനേം. ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ, അബ്ദോൻ, ഹുക്കോഗ്, റഹോബ്. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലെ കേദഷ്, ഹമ്മോൻ, കിര്യാത്തയീം. മെറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് റിമ്മോന, താബോർ. റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറീക്കോയുടെ സമീപം ജോർദാന് കിഴക്ക് മരുഭൂമിയിലെ ബേസർ, യാസ, കേദേമോത്ത്, മേഫാത്ത്. ഗാദ് ഗോത്രത്തിൽ നിന്ന് റാമോത്ത് ഗിലെയാദ്, മഹനായീം, ഹെഷ്ബോൺ, യാസർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും. കർത്താവിൻ്റെ വചനം.